ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ സബ്നെറ്റ്സിനെ കുറിച്ചും സബ്നെറ്റ് മാസ്കിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സബ്നെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിവൈഡിങ് എ ബിഗ് നെറ്റ്വർക്ക് ഇൻ ടു മെനി സ്മോൾ നെറ്റ്വർക്ക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഇസ് ഇറ്റ്? ഡിവൈഡിങ് എ ബിഗ് നെറ്റ്വർക്ക്, ഒരു വലിയ നെറ്റ്വർക്കിനെ എന്ത് ചെയ്യാണ് ഇൻ ടു സ്മോൾ നെറ്റ്വർക്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളർ നെറ്റ്വർക്ക്സ് ആകുമ്പോൾ നമുക്ക് മെയിൻ്റനൻസ് ഈസി ആയിരിക്കും. ഒരു വലിയ ലാർജർ നെറ്റ്വർക്ക് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തെ ഒരു കോംപ്ലക്സിറ്റി ചെറിയ ചെറിയ നെറ്റ്വർക്ക്സ് ആക്കി മാറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടും സബ്നെറ്റിംഗ് കൊണ്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾസ്, ഈ ഒരു MNC കൺസിഡർ ചെയ്യാം, മൾട്ടിനാഷണൽ കമ്പനി. ആ MNCന്റെ ഒരു നെറ്റ്വർക്ക് കാണും, ഒരു ഓഫീസ് നെറ്റ്വർക്ക് കാണും. ഈ ഓഫീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചില ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. ഡെവലപ്മെന്റിനൊരു ഡിപ്പാർട്ട്മെന്റ് കാണും, ടെസ്റ്റിങ്ങിനൊരു ഡിപ്പാർട്ട്മെന്റ് കാണും, ഇനിയിപ്പോൾ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, അതുപോലെ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ ഓഫീസിനകത്ത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പല ടാസ്കുകളാണ് കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കുക. ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ഡിഫറെന്റ് ആയിരിക്കും. എല്ലാവർക്കും നമ്മൾ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സിസ്റ്റം എല്ലാം നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കും. ഈ എൻറ്റയർ നെറ്റ്വർക്ക് ആസ് എ ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്യായിരുന്നെങ്കിൽ ഒരു വലിയ ലാർജർ നെറ്റ്വർക്ക് ആയിട്ടായിരിക്കും ഇത് കിടപ്പുണ്ടായിരിക്കുക. ബട്ട് ഇൻസ്റ്റെഡ് ഇഫ് വി ഡിവൈഡ് ദിസ് ലാർജർ നെറ്റ്വർക്ക് ഇൻ ടു എ സ്മോളർ വൺ into 4 smaller networks, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോന്ന് എന്ന തരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് ദർ വിൽ ബി മോർ സെക്യൂരിറ്റി. അതായത് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന് അവൈലബിൾ ആവരുത്, അത് അവിടെ നിന്ന് ഹൈഡ് ചെയ്യണം. സിമിലർലി ടെസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ റിമൈനിങ് 3 ഡിപ്പാർട്ട്മെന്റ്സിന് ആക്സസ് ചെയ്യരുത്. സോ ടു പ്രൊവൈഡ് മോർ സെക്യൂരിറ്റി ആസ് വെൽ, it will be good if we divide the larger network into smaller ones. അതാണ് സബ്നെറ്റിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ദർ ഈസ് എ ഡിസഡ്വാൻറ്റേജ്. വാട്ട് വി സേ, ഇറ്റ് ഈസ് മോർ ടൈം കൺസ്യൂമിങ്. ഇപ്പോൾ ഒരു ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ട്സൈഡ് നെറ്റ്വർക്കിൽ നിന്ന് സപ്പോസ് സംവൺ ഈസ് ട്രൈയിങ് ടു റീച്ച് വൺ ഹോസ്റ്റ് വിത്തിൻ ദിസ് നെറ്റ്വർക്ക്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് ഒറ്റ നെറ്റ്വർക്ക് ആയിരുന്നു വെച്ചാൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു, ഈ നെറ്റ്വർക്കിനെ റീച്ച് ചെയ്യുന്നു, ഈ നെറ്റ്വർക്കിൽ നിന്ന് നേരെ എന്ത് ചെയ്യാമായിരുന്നു, നമുക്ക് ഹോസ്റ്റിലോട്ട് റീച്ചബിലിറ്റി കിട്ടിയേനെ. ദെൻ ടു പ്രോസസ് ആസ് യൂഷ്വൽ. പക്ഷേ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പും കൂടെ ആഡ് ആയി വരും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സബ്നെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഗെയിൻ വി നീഡ് ടു ഫൈൻഡ് ദ സബ് നെറ്റ്വർക്ക്. ഓക്കെ, ആ സബ്നെറ്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ഇതിനകത്ത് വരും. സോ ഇറ്റ്സ് ഓബ്വിയസ്ലി ടൈം കൺസ്യൂമിങ്. ബട്ട് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജിനെ ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ട് വി പ്രിഫർ ടു ഡു സബ്നെറ്റിംഗ്. ഓക്കെ, സപ്പോസ് നമ്മൾ ഒരു നെറ്റ്വർക്കിനെ 2 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് 2 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇതൊരു ക്ലാസ് സിയിൽ വരുന്ന നെറ്റ്വർക്കാണ്. ഇതിന്റെ നെറ്റ്വർക്ക് ID, എൻറ്റയർ നെറ്റ്വർക്കിന്റെ ID ആണ് പറയുന്നത്. സേ 200.1.2.0 എന്നാണ് എന്ത് നെറ്റ്വർക്ക് ID, എൻറ്റയർ നെറ്റ്വർക്കിന്റെ ID വരുന്നത്. ഇതിൽ നമുക്കറിയാം ക്ലാസ് C ആയതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും, നെറ്റ്വർക്ക് ID ആയിരിക്കും. റിമൈനിങ് 8 ബിറ്റ്സ്, ലാസ്റ്റ് ഡോട്ടഡ് ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹോസ്റ്റ് ID ആയിരിക്കും. ഇനി അപ്പൊ എത്ര ഹോസ്റ്റ് നമുക്ക് ഇതിൽ പോസിബിൾ ആയിരിക്കും, നമുക്ക് 2⁻8 ഇത്രയും IPs പോസിബിൾ ആണ്. ബട്ട് 2⁻8 - 2 വിച്ച് ഇസ് ഈക്വൽ ടു 254 അല്ലേ വരിക. അത്രയും ഹോസ്റ്റുകളെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, നൗ വി ഹാവ് ടു ഡിവൈഡ് ദി എൻറ്റയർ നെറ്റ്വർക്ക് ഇൻ ടു 2 പാർട്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവെച്ചാല് ഈ 8 ബിറ്റ്സ് ഉണ്ടല്ലോ, ലാസ്റ്റ് 8 ബിറ്റ്സ്, ആ 8 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 അതിലെ ഫസ്റ്റ് ബിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിവിഷൻ ചെയ്യേണ്ടായിരിക്കുക. ഫസ്റ്റ് ബിറ്റ് 0 വരുന്നതെല്ലാം ഒരു നെറ്റ്വർക്ക് ആയിട്ടും, ദെൻ
1ൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതെല്ലാം ഒരു നെറ്റ്വർക്ക് ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്യും, അതായത് സബ്നെറ്റിംഗ് ചെയ്യും. സി അപ്പൊ എന്റെ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഫസ്റ്റ് ബിറ്റ് 1 ആയിട്ട് വരുന്ന ഹോസ്റ്റ് ആണ്. അതായത് ഞാൻ ഈ 0 എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് കേട്ടോ. റിമൈനിങ് പാർട്ട്, ഈ ഒരു പാർട്ട് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. അത് നെറ്റ്വർക്ക് ഐ ഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹോസ്റ്റ് ഐ ഡി 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ RHS-ഉം ദെൻ എന്റെ ഈ ഒരു പാർട്ടും, അതുപോലെ ഈ LHS എന്ന് പറയുന്നത് ഏതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയാണ് ഞാൻ. സേ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് 0. ബാക്കി റിമൈനിങ് എനിക്ക് 7 ബിറ്റ്സ് വരും. 3 4 5 6 ദെൻ 7. ഓക്കെ. സോ 0ന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ LHSന്റെ കേസിൽ ഫുൾ സീറോസ് വരുന്നു. സോ 0 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ദെൻ 0 0 0 0 അങ്ങനെ 1 വരെ വരും, 1 വരും. സിമിലർലി 1 0 വരും. അപ്പൊ 2 ഇങ്ങനെ പോയി പോയി ഏത് വരെ? ലാസ്റ്റ് 0 1 1 1 1 1 1 1. ഇങ്ങനെ 7 വൺസ്, പ്രിഫിക്സ് 0 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ടോട്ടലി 8 ബിറ്റ് ഫോം ചെയ്യുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 127 അല്ലേ വരിക? സിമിലർലി RHS-ലാണെങ്കിലോ 1 റിമൈനിങ് 7 ബിറ്റ്സ് 0 വരുന്ന രീതിയിൽ, റിമൈനിങ് 7 ബിറ്റ്സ് 0 ആയി കഴിഞ്ഞാൽ ഇത് 128 ആണ് വരിക. ഇങ്ങനെ പോയി പോയി ഇവിടെ നെക്സ്റ്റ് 129 130 അങ്ങനെ പോയി പോയി ഫുള്ള് എന്താ പറയുക 8 ബിറ്റ്സും 1 ആവുന്ന രീതിയിൽ വരുമ്പോൾ ദിസ് വിൽ ബി 255. ഇനി ഈ ഒരു ഇപ്പൊ നമുക്ക് 2 സബ്നെറ്റ്സ് ഉണ്ട് അല്ലെ? ഇതൊരു സബ്നെറ്റ്, ഇതൊരു സബ്നെറ്റ്. ഈ സബ്നെറ്റിന്റെ ID എന്ന് പറയുന്നത് നമുക്ക് ഈ എൻറ്റയർ നെറ്റ്വർക്കിന്റെ ID അറിയാം. എത്രയാണ്? 200.1.2.0 ആണ്. ഈ ലെഫ്റ്റിലെ സബ്നെറ്റിന്റെ ID എന്ന് പറയുന്നത് ദിസ് വിൽ ബി സിമിലർ ടു ദ നെറ്റ്വർക്ക് ID ഓഫ് ദി എൻറ്റയർ നെറ്റ്വർക്ക്. ഇതിന്റെ ID എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പൊ 200.1.2.0 ആയിരിക്കും. ഇതിലെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? അതായത് ലാസ്റ്റ് 127 വരുന്ന രീതിയിൽ, ഈ ഒരു 0 ഒഴിച്ചു നിർത്തി ബാക്കിയെല്ലാം വൺസ് ആവുന്ന രീതിയിൽ, ദാറ്റ് ഈസ് 200.1.2.127. ഇതാണ് എന്റെ സബ്നെറ്റ് 1. ഈ സബ്നെറ്റ് 1ന്റെ ഐഡിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഈ ID, ഈ ഫസ്റ്റ് സബ്നെറ്റിന്റെ ID എന്ന് പറയുന്നത് എൻറ്റയർ നെറ്റ്വർക്ക് ID തന്നെ ആയിരിക്കും. ഓക്കെ. ദെൻ ഇതിന്റെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത് ലാസ്റ്റ് IP അഡ്രസ് ആയിരിക്കും. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് 200.1.2.127. ദെൻ നൗ കൺസിഡർ സബ്നെറ്റ് 2. സബ്നെറ്റ് 2വിലെ സബ്നെറ്റ് ID എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിലെ ഫസ്റ്റ് അഡ്രസ് ആയിരിക്കും. അതായത് 200.1.2.128 ഇതായിരിക്കും ഫസ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എന്തായിരിക്കും? 200.1.2.255 ആയിരിക്കും. ഈ ലാസ്റ്റ് സബ്നെറ്റ്, അതായത് രണ്ടാമത്തെ സബ്നെറ്റ്, അതാണല്ലോ ഇതിലെ ലാസ്റ്റ് സബ്നെറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സബ്നെറ്റിന്റെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സും എൻറ്റയർ നെറ്റ്വർക്കിന്റെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സും ഓൾവേസ് സെയിം ആയിരിക്കും. ഈ ഒരു ക്ലാസ് സിയിലുള്ള നെറ്റ്വർക്കിന്റെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതുക? ആ നെറ്റ്വർക്ക് ID അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. ഹോസ്റ്റ് പാർട്ട് ഫുള്ള് വൺസ് ആയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 255 അല്ലേ കിട്ടുക 8 ബിറ്റ്സ് വരുമ്പോ. സോ ദാറ്റ് ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്, അതായത് എൻറ്റയർ നെറ്റ്വർക്കിന്റെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് തന്നെയായിരിക്കും ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ഓഫ് ദ ലാസ്റ്റ് സബ്നെറ്റ്. ഓക്കെ. അപ്പൊ ഈ 2 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് സബ്നെറ്റിന്റെ നെറ്റ്വർക്ക് ID എന്ന് പറയുന്നത് എൻറ്റയർ നെറ്റ്വർക്കിന്റെ ID ആയിരിക്കും. അതുപോലെ ലാസ്റ്റ് സബ്നെറ്റിന്റെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത് എൻറ്റയർ നെറ്റ്വർക്കിന്റെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആയിരിക്കും. ഓക്കെ. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു ഗൈസ്. സി, അതായത് നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ട്, എൻറ്റയർ നെറ്റ്വർക്ക് ഉണ്ട്. നമുക്കൊരു സബ്നെറ്റ് 1 ഉണ്ട്, സബ്നെറ്റ് 2 ഉണ്ട്. ഇതൊരു റൗട്ടർ ആണ്. ഈ റൗട്ടർ വിത്തിൻ ദ നെറ്റ്വർക്ക് ഈ സബ്നെറ്റ്സിനിടയിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ദർ ഈസ് അനദർ റൗട്ടർ കണക്റ്റഡ് ടു ദിസ് റൗട്ടർ. ഇത് ഔട്ട്സൈഡ് വേൾഡുമായിട്ട്, ഔട്ട്സൈഡ് അനദർ നെറ്റ്വർക്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റൗട്ടർ ആണ്.
സോ ഈ ഒരു നെറ്റ്വർക്കിന്റെ ഐ ഡി നമ്മൾ പറഞ്ഞു, എത്രയാണ് പറഞ്ഞത്? 200.1.2.0. ഈ നെറ്റ്വർക്കിന്റെ ഐഡിയ ആണോ അതോ സബ്നെറ്റ് ഐഡിയ ആണോ മെൻഷൻ ചെയ്തതെന്ന് എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇഫ് യു ആർ ഔട്ട്സൈഡ് ദ നെറ്റ്വർക്ക്, you are mentioning the entire network ID, and if you are inside the network, then you are mentioning the subnet. Okay. സിമിലർലി നമ്മൾ പറഞ്ഞല്ലോ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സിന്റെ കേസ് ആണെങ്കിലും എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഈ എൻ്റയർ നെറ്റ്വർക്കിന്റെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത് 200.1.2.255 ആയിരിക്കും. ഇത് തന്നെ ആയിരിക്കും ലാസ്റ്റ് സബ്നെറ്റിന്റെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത്. So if you are inside the network, you are mentioning the subnet direct broadcast address. If you are outside the network, then you are mentioning the entire network's direct broadcast address. I hope you got the point. See, നമ്മുടെ entire നെറ്റ്വർക്കില് ഈ entire നെറ്റ്വർക്കില് എത്ര നമ്പർ ഓഫ് ഹോസ്റ്റ് വരുന്നുണ്ടായിരിക്കും? 2⁸ -2, which is equal to 254. And ഓരോ സബ്നെറ്റിലും നമുക്ക് എത്ര ഹോസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക? നമുക്കറിയാം സബ്നെറ്റിനകത്ത് നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ 2⁻7 -2. 7 മൈനസ് ഈ -2 ഏതൊക്കെയാണ്? സബ്നെറ്റ് ഐ ഡിയുടെയും ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഐ ഡിസ് നമ്മൾ എന്ത് ചെയ്യും? എക്സ്ക്ലൂഡ് ചെയ്യും. അതാണ് ഈ രണ്ടെണ്ണം. ദിസ് ഇസ് ഈക്വൽ ടു 128 - 2 is equal to 126 അല്ലേ വരുന്നത്? സോ നമ്പർ ഓഫ് ഹോസ്റ്റ് ഇൻ എൻറ്റയർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ 254ഉം നമ്പർ ഓഫ് ഹോസ്റ്റ് ഇൻ സബ്നെറ്റ് എന്ന് പറയുമ്പോൾ 126ഉം ആണ് വരുന്നത്. ഓക്കെ. സിമിലർലി നമ്മളിപ്പോ രണ്ട് സബ്നെറ്റ്സ് ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തത്. ഇൻസ്റ്റെഡ് ഇഫ് വി ആർ പ്ലാനിങ് ടു ഡിവൈഡ് ദ എൻറ്റയർ നെറ്റ്വർക്ക് ഇൻ ടു 4 സബ്നെറ്റ്സ്, അതായത് സബ്നെറ്റ് 1 ഉണ്ട്, സബ്നെറ്റ് 2, സബ്നെറ്റ് 3 ആൻഡ് സബ്നെറ്റ് 4. ഓക്കെ. നമ്മുടെ നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറയുന്നത് 200.1.2.0 തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുക? 200.1.2 അത് അങ്ങനെ തന്നെ എടുക്കും. പിന്നെ നെക്സ്റ്റ് വരുന്ന 8 ബിറ്റ്സ് അല്ലേ, അതിലെ ഫസ്റ്റ് 2 ബിറ്റ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യും? 00 ആയിട്ട് സെറ്റ് ചെയ്യും. സബ്നെറ്റ് 2 നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് 01 ആയിട്ട് സെറ്റ് ചെയ്യും. ദെൻ ഇതിന്റെ കേസിലാണെങ്കിൽ 10 ആയിട്ട് ആ ബിറ്റ്സ് സെറ്റ് ചെയ്യും. ഇതിന്റെ കേസിലാണെങ്കിലോ 11 ആയിട്ട് ആ ബിറ്റ്സ് സെറ്റ് ചെയ്യും. അത്രയല്ലേ നമ്മൾ ചെയ്യേണ്ടി വരുള്ളൂ. സോ ഫോർ സബ്നെറ്റ് 1 എനിക്ക് 0 to 63 വരെയുള്ള IPs ആയിരിക്കും അവൈലബിൾ ആയിരിക്കുക. സബ്നെറ്റ് 2വിന്റെ കേസിലാണെങ്കിലോ 64 to 127 വരെ അവൈലബിൾ ആയിരിക്കും. സബ്നെറ്റ് 3യുടെ കേസിൽ 128 to 191 വരെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇൻ കേസ് ഓഫ് സബ്നെറ്റ് 4 192 to 255 വരെ എനിക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് എഴുതി നോക്കാട്ടോ. 8 ബിറ്റ് ഉള്ള വാല്യൂസ് ആയിട്ട് നമ്മൾ ഈ ഫസ്റ്റ് 2 ബിറ്റ്സ് നമ്മൾ സ്റ്റാറ്റിക് ആക്കി വെക്കും ഇങ്ങനെ ഓരോന്നിനകത്തും. ഫസ്റ്റ് സബ്നെറ്റിനകത്ത് 00, സെക്കൻഡ് സബ്നെറ്റിനകത്ത് 01, തേർഡ് സബ്നെറ്റിനകത്ത് 10, ഫോർത്തിനകത്ത് 11. ഇനി റിമൈനിങ് ബിറ്റ്സ് 6 ബിറ്റ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ IP വാല്യൂസ് ആസ് ദീസ്. സോ ഈ ഒരു സബ്നെറ്റ് തന്നെ കൺസിഡർ ചെയ്യണേ. ഞാൻ ഇതിന് നെയിം ചെയ്യാണ് സബ്നെറ്റ് A, B, then C, D. നമ്മൾ പറഞ്ഞു 0 to 63 വരെ ഫസ്റ്റ് സബ്നെറ്റ്, 64 to 127 വരെ സെക്കൻഡിനും, ദെൻ സി എന്ന് പറയുമ്പോൾ തേർഡ് 128 to 191 വരെ തേർഡ് സബ്നെറ്റിന് അവൈലബിൾ ആയിരിക്കും. 192 to 255 വരെ ഫോർത്ത് സബ്നെറ്റിന് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ദെൻ ഇ എന്ന് പറയുന്ന ഒരു ലിങ്ക് കൂടെ വരുന്നുണ്ട്. അതായത് പുറത്തോട്ടുള്ള റൗട്ടറിലോട്ടുള്ള ലിങ്ക് ആണത്. സോ പുറമേന്ന് എനിക്കൊരു മെസ്സേജ് വരുവാണേ. സോ മെസ്സേജിൽ ആ പാക്കറ്റിനകത്ത് മെസ്സേജ് കാണും, ദെൻ സോഴ്സ് അഡ്രസ്സ് കാണും, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കാണും. സോ സോഴ്സ് ഏതെങ്കിലും ആയിക്കോട്ടെ, പുറമേ നിന്നുള്ള ഏതെങ്കിലും മെഷീനാണ്, ഏതെങ്കിലും ഒരു നോഡിൽ നിന്നാണ് വരുന്നുണ്ടായിരിക്കുക. ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് നമുക്ക് തന്നിട്ടുള്ളത് വിത്തിൻ അവർ നെറ്റ്വർക്ക് ഒരു അഡ്രസ്സ് തന്നിരിക്കുകയാണ്. 200.1.2.20 എന്നാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഈ IP നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ റൗട്ടറിന് എങ്ങനെയാണ് മനസ്സിലാവുക?
ഈ നെറ്റ്വർക്ക് ഐ ഡി എങ്ങനെയാണ് മനസ്സിലാവുക? അതായത് ഓരോ സബ്നെറ്റും ഉണ്ടല്ലോ, അതിൽ നെറ്റ്വർക്ക് ഐ ഡി എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഈ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് ദിസ് വിൽ ബി എ 32-bit നമ്പർ. നമ്മുടെ ഐ പിയും 32-bit നമ്പർ ആണ്, സബ്നെറ്റ് മാസ്കും 32-bit നമ്പർ ആയിരിക്കും. ഈ 32-bit നമ്പറിൽ നമ്മൾ കൊടുക്കുന്ന നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെറ്റ്വർക്ക് ഐ ഡിയും സബ്നെറ്റ് ഐ ഡിയും കൂടിയതായിരിക്കും. ആൻഡ് നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഹോസ്റ്റ് ഐ ഡി ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമുക്ക് തന്നിട്ടുള്ള നെറ്റ്വർക്കിന്റെ നെറ്റ്വർക്കിന്റെ ഐ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം 200.1.2.0. ഇത് ക്ലാസ് സി അഡ്രസ് ആണ് അല്ലെ, ക്ലാസ് സി ഐ പി അഡ്രസ് ആണ്. ഇതിലെ ഫസ്റ്റ് 24 ബിറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷനിൽ എഴുതുവാണെങ്കിൽ ഈ 3 ഡിജിറ്റ്സ് എന്ന് പറയുന്നതും ഈ 3 വാല്യൂസ് എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റ് ഡോട്ടിന് തൊട്ട് മുൻപ് വരെയുള്ള നമ്പർ വരെയും എന്തായിരിക്കും? നെറ്റ്വർക്ക് ഐ ഡി ആയിരിക്കും. റിമൈനിങ് ഈ പാർട്ട് മാത്രമാണ് എനിക്ക് എന്ത് വരുന്നത്? ഹോസ്റ്റ് ഐ ഡി വരുന്നത്. ഇതിനകത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 200.1.2.20 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു ഔട്ട്സൈഡ് നെറ്റ്വർക്ക് എന്നാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. സോ ഈ നെറ്റ്വർക്കിനകത്ത് കയറി ഈ റൗട്ടറിൽ എത്തിക്കഴിഞ്ഞിട്ട് വെച്ചാല് അഗെയിൻ നമുക്ക് 4 സബ് നെറ്റ്വർക്ക്സ് ഇതിനകത്ത് പ്രസന്റ് ആണ്. ഇതിനകത്ത് ഏതിലോട്ടാണ് പോകേണ്ടത് ഈ ഒരു പാക്കറ്റ് എന്ന് ഡിസൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ഈ ഐ ഡി കാണുമ്പോൾ തന്നെ അറിയാം ഇത് ആക്ച്വലി പോകേണ്ടി വരിക ഏതിനകത്തോട്ടായിരിക്കും? ഈ ഒരു എ എന്ന് പറയുന്ന ഈ ഒരു ഇന്റർഫേസ് വഴി ഈ ഒരു നെറ്റ്വർക്കിലോട്ടായിരിക്കും പോകേണ്ടി വരിക. കാരണം ബിക്കോസ് 20 ലൈസ് വിതിൻ ദിസ് ലിമിറ്റ് അല്ലെ, 0 to 63 അതുവരെയുള്ള ഐ പി അഡ്രസ്സസിന് ഇടയിലായിരിക്കും എന്തായാലും എന്ത് കിടക്കുന്നുണ്ടായിരിക്കുക? ഈ ഒരു ഐ പി കിടപ്പുണ്ടായിരിക്കുക. സബ്നെറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻ അകത്ത് വരുന്ന ഏറ്റവും അവസാനത്തെ 8 ബിറ്റ്സ്, അതിലെ ഫസ്റ്റ് 2 ബിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? നമ്മുടെ സബ്നെറ്റ്സ് ഇത്ര എണ്ണമായിട്ട്, എത്ര എണ്ണം? 4 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്തത്. നമ്മുടെ സബ്നെറ്റ് മാസ്കിൽ പറയുന്നുണ്ട് ഇറ്റ്സ് എ 32-bit നമ്പർ. അതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള വൺസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഐ ഡിയെയും സബ്നെറ്റ് ഐ ഡിയെയും ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ നെറ്റ്വർക്ക് ഐ ഡി നമുക്ക് അറിയാം. ഈ നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് 3 നമ്പേഴ്സ് ആണ് ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻസിലെ. സോ നെറ്റ്വർക്ക് ഐ ഡി എഴുതുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് വൺസ് ആയിരിക്കണം സബ്നെറ്റ് മാസ്ക്. അപ്പൊ സബ്നെറ്റ് മാസ്ക് ഞാൻ ഇതിന്റെ കറസ്പോണ്ടിങ് സബ്നെറ്റ് മാസ്ക് എഴുതാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് 24 ബിറ്റ്സ് എനിക്ക് വൺസ് ആയിരിക്കണം അല്ലെ. വൺസ് ആണ് നെറ്റ്വർക്ക് ഐ ഡിയെയും സബ്നെറ്റ് ഐ ഡിയെയും റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് 24 ബിറ്റ്സ് നെറ്റ്വർക്ക് ഐ ഡി എഴുതണം. ഓക്കെ, ആദ്യം എനിക്ക് നെറ്റ്വർക്ക് ഐ ഡി എഴുതി നോക്കാം. 1 2 3 4 5 6 7 8 ബിറ്റ്. ദെൻ 1 2 3 4 5 6 7 8 ഇപ്പൊ 16. 1 2 3 4 5 6 7 8 24. ദെൻ സബ്നെറ്റ് ഐ ഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് 2 ബിറ്റ്സ് അല്ലേ, റിമൈനിങ് 8 ബിറ്റ്സിലെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. സബ്നെറ്റ് മാസ്ക് ഞാൻ എഴുതുമ്പോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് വൺസ് ആണ് നെറ്റ്വർക്ക് ഐ ഡിയെയും സബ്നെറ്റ് ഐ ഡിയെയും റെപ്രസെന്റ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ഐ ഡി ഫസ്റ്റ് 24 ബിറ്റ്സ് ആണെന്ന് അറിയാം. റിമൈനിങ് 8 ബിറ്റ്സിലെ ഫസ്റ്റ് 2 ബിറ്റ്സ് ആയിരിക്കും എന്റെ ഈ സബ്നെറ്റ് ഐ ഡി റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. സിൻസ് നമ്പർ ഓഫ് വൺസ് ആർ യൂസ്ഡ് ടു റെപ്രസെന്റ് സബ്നെറ്റ് ഐ ഡി, എന്റെ സബ്നെറ്റ് മാസ്കിലെ ഏറ്റവും ലാസ്റ്റത്തെ 8 ബിറ്റ്സിലുള്ള ഫസ്റ്റ് 2 ഡിജിറ്റ്സ് ഞാൻ 1 ആയിട്ട് സെറ്റ് ചെയ്യും. Remaining parts will be representing the host ID, which is represented using zeros. Number of zeros ആണ് host ID നെ represent ചെയ്യുക. So this will be the subnet mask for this network. അതായത് see, given
IP അഡ്രസ് തന്നിട്ടുണ്ട് നമുക്ക്. അതിനെ എൻ്റെ സബ്നെറ്റ് മാസ്കുമായിട്ട് ബിറ്റ് വൈസ് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ this will result in network ID of network to which the IP address belongs to. അതായത് എനിക്ക് തന്നിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സ് തന്നിട്ടുണ്ട്. അതിനെ എൻ്റെ സബ്നെറ്റ് മാസ്കുമായിട്ട് ബിറ്റ് വൈസ് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏത് നെറ്റ്വർക്ക് ഐഡിയിലാണ് എൻ്റെ IP ബിലോങ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ നെറ്റ്വർക്ക് ID കിട്ടും. നമുക്ക് നോക്കാവേ. അതായത് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് തന്ന എക്സാമ്പിൾ തന്നെ നോക്കുമോ. 200.1.2.20 എന്നല്ലേ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ IP-നെ ഞാൻ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. 200 എന്ന് പറയുമ്പോൾ 11001000 അല്ലെ. 1 2 3 4 5 6 7 8. ഇനി 1 0 0 0 0 0 0 4 5 6 7 8 അല്ലെ. then next 2 അല്ലേ. 0 0 0 0 0 0 1 0 2 കിട്ടി. ഇനി 20 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാൻ എനിക്ക് 1 2 3 അത് കഴിഞ്ഞാൽ 1 0 1 0 0 അല്ലേ. 4 16 4 20 കറക്റ്റ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ബിറ്റ് വൈസ് ആൻഡ് ചെയ്യാൻ പോവാണ് വിത്ത്. ഞാൻ സബ്നെറ്റ് മാസ്ക് എന്ത് ചെയ്തു നേരത്തെ തന്നെ കണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. അതായത് ഫസ്റ്റ് 24 ബിറ്റ്സും ദെൻ അഗെയിൻ നെക്സ്റ്റ് 2 ബിറ്റ്സും വൺസ് ആയിരിക്കും എന്നല്ലേ പറയണത്. സോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 റിമൈനിങ് എൻ്റെ ഹോസ്റ്റ് ID ആണ് വരിക. സോ ഇതിനെ ബിറ്റ് വൈസ് ആൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എങ്ങനെയായിരിക്കും വാല്യൂ വരുന്നുണ്ടായിരിക്കുക. 1 ഇൻറ്റു ഈ നമ്പർ എന്ന് പറയുമ്പോൾ ഇതെന്റെ ഏതാണ്, സബ്നെറ്റ് മാസ്ക് ആണേ. 1 1 0 0 1 0 0 0 then 0 0 0 0 0 0 0 1 then 0 0 0 0 0 0 1 0 then 0 0 then ഈ 0യും 0യും ചെയ്യുമ്പോൾ 0 0 പിന്നെ റിമൈനിങ് എല്ലാം സീറോസ് ആയിരിക്കും വരിക അല്ലേ. 8. ഇത് നിങ്ങൾ നോക്കിയേ, ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്, 200 ഡോട്ട് ഈ ചങ്ങാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡോട്ട്, ഇയാള് 2 ഡോട്ട്, ഇങ്ങനെ ആരാണ് 0 അല്ലേ വരുന്നത്. അതായത് ഇതാണ് നെറ്റ്വർക്ക് ID ടു വിച്ച് ദിസ് IP അഡ്രസ് ബിലോങ്സ് ടു. ഏത്, നിങ്ങൾക്ക് ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായോ? അതായത് ഈ സബ്നെറ്റിന്റെ ഏത് സബ്നെറ്റ്, ഈ ഒരു A എന്ന് പറയുന്ന ഈ ഒരു ഇന്റർഫേസ് വഴി നമ്മൾ ഈ നെറ്റ്വർക്കിലേക്കാണ് സബ്നെറ്റ് 1 പോകുന്നത് അല്ലേ. സബ്നെറ്റ് 1ന്റെ നെറ്റ്വർക്ക് ID എന്ന് പറയുന്നത് ഏതാണ്, ഈ 200.1.2.0 വിച്ച് ഈസ് ദ നെറ്റ്വർക്ക് ID ഓഫ് ദി എൻറ്റയർ നെറ്റ്വർക്ക് അല്ലെ. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള IP അഡ്രസ്സിനെ സബ്നെറ്റ് മാസ്കുമായിട്ട് നമ്മൾ ബിറ്റ് വൈസ് ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടും, ഈ ഒരു വാല്യൂ കിട്ടും. ഇപ്പൊ ഈ IP അഡ്രസ് സബ്നെറ്റ് 2-ലായിരുന്നു ബിലോങ് ചെയ്തിരുന്നത് എങ്കിൽ എന്ത് ചെയ്തേനെ, നമ്മള് ഈ ഒരു സബ്നെറ്റ് മാസ്ക് വെച്ചിട്ട് നമ്മൾ ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സബ്നെറ്റ് 2ന്റെ നെറ്റ്വർക്ക് ID ആയിരിക്കും നമുക്ക് കിട്ടണ്ടായിരിക്കുക. അപ്പൊ ഒരു റൗട്ടിംഗ് ടേബിൾ കാണും, അതിനകത്ത് ഓരോന്നിന്റെയും നെറ്റ്വർക്ക് ഐഡിയും സബ്നെറ്റ് മാസ്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അത് ഏത് ഇന്റർഫേസിലോട്ടാണ് പോവേണ്ടത് എന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ നെറ്റ്വർക്കിനകത്തോട്ട്, ഈ ലാർജർ നെറ്റ്വർക്കിനകത്ത് കടന്ന് ഇതിലെ ഓരോ സബ് നെറ്റ്വർക്കിലോട്ടുള്ള ആക്സസ് കിട്ടുന്നത്. സോ ഈ ഒരു റൗട്ടർ ആ ഒരു റൗട്ടിംഗ് ടേബിൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇൻ വിച്ച് നെറ്റ്വർക്ക് ID ഓഫ് ദി സബ് നെറ്റ്വർക്ക്സ് ആൻഡ് സബ്നെറ്റ് മാസ്ക് ആൻഡ് കറസ്പോണ്ടിങ് ഇന്റർഫേസ് ഈസ് ലിസ്റ്റഡ്. സപ്പോസ് നമ്മള്
റിസീവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പാക്കറ്റ്, അതായത് ഔട്ട്സൈഡ് ദ നെറ്റ്വർക്ക് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പാക്കറ്റ് നമ്മുടെ റൗട്ടിംഗ് ടേബിളിനകത്തുള്ള ഒരു നെറ്റ്വർക്ക് ഐ ഡി ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ പാക്കറ്റ് വിൽ ബി സെൻഡ് ബാക്ക്. ദിസ് ഇസ് കൺസിഡേർഡ് ആസ് എ ഡിഫോൾട്ട് എൻട്രി കേട്ടോ. ഇനിയിപ്പോ പാക്കറ്റ് മാച്ചസ് വിത്ത് മോർ ദാൻ വൺ നെറ്റ്വർക്ക് ഐ ഡി ആണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ലോങ്സ്റ്റ് സബ്നെറ്റ് മാസ്ക് ഉള്ള ഇന്റർഫേസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ദ വൺ വിത്ത് മോർ നമ്പർ ഓഫ് വൺസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക ആൻഡ് സെൻഡ് ദ പാക്കറ്റ് ടു ദാറ്റ് സബ്നെറ്റ്. ഓക്കെ, നമ്മളിപ്പോ നോക്കിയത് എങ്ങനെയായിരുന്നു? ഒരു ഫിക്സഡ് ലെങ്ത് സബ്നെറ്റ് മാസ്കിംഗ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഫിക്സഡ് ലെങ്ത് സബ്നെറ്റ് മാസ്ക്, അതായത് നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, ആ നെറ്റ്വർക്കിനെ എങ്ങനെ ഈക്വൽ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ ചെയ്തത് 4 പാർട്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു. ഏറ്റവും ആദ്യം 2 പാർട്സ് ആയിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോന്നിനകത്തും 64 IPs വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഈസ് എ ഫിക്സഡ് ലെങ്ത് സബ്നെറ്റ് മാസ്ക്. സപ്പോസ് നമുക്ക് അങ്ങനെയല്ല വേണ്ടിയിരുന്നത്, ഡിഫറെന്റ് സൈസിലുള്ള സബ്നെറ്റ്സ് ആയിരുന്നു വേണ്ടിയിരുന്നതെന്ന് വിചാരിക്കുക. സപ്പോസ് നേരത്തെ നെറ്റ്വർക്ക് തന്നെയാണിത്, വിച്ച് ഈസ് ഹാവിംഗ് ദ നെറ്റ്വർക്ക് ഐ ഡി 200.1.2.0. അതിൽ എനിക്ക് ഇതിനെ 3 സബ്നെറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. വൺ ഓഫ് സൈസ് 128, ഒരെണ്ണം 64, അടുത്തത് 64. ഇങ്ങനെയായിരുന്നു വേണ്ടി ഇരുന്നതെന്ന് വിചാരിക്കാം. ഇതിനെയാണ് നമ്മൾ വേരിയബിൾ ലെങ്ത് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്, VLSM. അതായത് സബ്നെറ്റ് സൈസസ് ഡിഫറെന്റ് ആയിരിക്കും. whenever the size of the subnets are different, every subnet is going to get a different subnet mask. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വേരിയബിൾ സബ്നെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ഹോസ്റ്റ് ഐ ഡി, ബിക്കോസ് ദിസ് ഇസ് ക്ലാസ് C IP അഡ്രസ് ആണ്, അതുകൊണ്ട് ഹോസ്റ്റ് ഐ ഡി എന്ന് പറയുന്നത് ലാസ്റ്റ് ഈ വരുന്ന ഒരു 8 ബിറ്റ്സ് മാത്രമായിരിക്കും. അതിലെ ഫസ്റ്റ് 2 ബിറ്റ്സ് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്തിരുന്നത്, നമ്മള് റിമൈനിങ് ഹോസ്റ്റ് ഐ ഡി ആയിട്ടും കൺസിഡർ ചെയ്തിട്ടായിരുന്നു നമ്മൾ നേരത്തെ സബ്നെറ്റിംഗ് ചെയ്തിരുന്നത്. ബട്ട് ദിസ് വോണ്ട് വർക്ക് ഇൻ VLSM. ആ കേസിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാല്, നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ട്, അതിന്റെ ഐ ഡി എന്ന് പറയുന്നത് 200.1.2.0. സോ ഫസ്റ്റ് പാർട്ട് ഇതിൽ നമുക്ക് എന്ത് വേണം, 128 IPs ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവെച്ചാല് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഹോസ്റ്റ് ഐ ഡി പാർട്ട് എടുത്ത് അതിലെ ഫസ്റ്റ് ബിറ്റ് മാത്രം ചൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഒരു ബിറ്റ് മാത്രം ചൂസ് ചെയ്യും. ചൂസ് 1 ബിറ്റ് ഫസ്റ്റ് കേസിൽ. അപ്പൊ നമുക്ക് ഈ ബിറ്റ് നമ്മൾ 0 ആക്കിയിട്ടാണ് വെക്കുന്നതെങ്കിൽ റിമൈനിങ് 7 ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോമ്പിനേഷൻ എഴുതുമ്പോൾ 5, 6, 7. അപ്പൊ 0 to ഏത് വരെ, ഫുൾ വൺസ് ആവുന്നത് വരെ. ഫുൾ വൺസ് ആവാന്ന് പറയുമ്പോൾ 127, 0 to 127 വരെയുള്ള 2 power 7 IPs നമുക്കിവിടെ പോസിബിൾ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ സബ്നെറ്റിന്റെ ഐ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് ഓഫ് കോഴ്സ് ഫസ്റ്റ് സബ്നെറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഈ സബ്നെറ്റിന്റെ ഐ ഡി എന്ന് പറയുന്നത് എൻറ്റയർ നെറ്റ്വർക്കിന്റെ ഐ ഡി തന്നെയായിരിക്കും. 200.1.2.0 ആയിരിക്കും. ദെൻ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ഓഫ് ദ സബ്നെറ്റ് എത്രയായിരിക്കും വരിക? 200.1.2.127 ഫുൾ വൺസ് വരുന്നത് അല്ലേ. ആൻഡ് ദ സബ്നെറ്റ് മാസ്ക് എങ്ങനെയായിരിക്കും ഇതിനകത്ത് വരിക? 255.255.255. കാരണം വൺസ് ആണ് സബ്നെറ്റ് മാസ്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. ഹോസ്റ്റ് ഐ ഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സീറോസും. സബ്നെറ്റ് മാസ്കിനെ കാണിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ബിറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ബിറ്റ് 1ഉം റിമൈനിങ് സീറോസും ആക്കി കഴിഞ്ഞാൽ ഈ വാല്യൂ എത്ര വരിക? 128 അല്ലേ വരിക. സോ സബ്നെറ്റ് മാസ്ക് വിൽ ബി 255.255.255.128. ഓക്കെ, ഇനി ഫസ്റ്റ് സബ്നെറ്റിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് 64 വരുന്ന രീതിയിൽ 2 സബ്നെറ്റ്സും കൂടെ ചെയ്യാനുണ്ട് അല്ലെ. സോ ഇൻ ദാറ്റ് കേസ് വി വിൽ ചൂസ് 2 ബിറ്റ്സ്.
ഈ ഹോസ്റ്റ് ഐ ഡിന്റെ ആദ്യത്തെ 2 ബിറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് ബിറ്റ് 1 ആക്കും. ഫസ്റ്റ് ബിറ്റ് ഇവിടെ 0 ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വിൽ ബി മെയ്ഡ് 1 ഹിയർ. ദെൻ ദ സെക്കൻഡ് ബിറ്റ് വിൽ ബി 0 ഫോർ ദിസ് സബ്നെറ്റ്. ഈ സബ്നെറ്റിന്റെ കേസിൽ അത് 1 0 എന്നായിരിക്കും നമ്മൾ ഫസ്റ്റ് 2 ബിറ്റ്സ് കൺസിഡർ ചെയ്യുക. സോ ഫോർ ദിസ് സബ്നെറ്റ് വി വിൽ സെറ്റിംഗ് ദ ഫസ്റ്റ് ബിറ്റ് ആസ് 1 ആൻഡ് ദ സെക്കൻഡ് ബിറ്റ് ഓൾസോ ആസ് 1. അതായത് 2 ബിറ്റ്സ് ആണ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. റിമൈനിങ് നമുക്ക് എത്ര ബിറ്റ്സ് വരും? 6 ബിറ്റ്സ് വരും ഇല്ലേ? അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ വാല്യൂ 0 0 0 0 0 ടു ഏതുവരെ 1 1 1 1 1 1 ആവുന്നത് വരെയുള്ള അത്രയും IPs നമുക്ക് പോസിബിൾ ആയിരിക്കും. സോ എ ടോട്ടൽ ഓഫ് 2⁶ IPs ആർ പോസിബിൾ ഹിയർ. ഇതിലെ സബ്നെറ്റ് ഐ ഡി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? സി ദിസ് ഇസ് സബ്നെറ്റ് 2 എന്ന് വിചാരിക്കണേ. So here subnet ID will be 200.1.2. എത്രയായിരിക്കും വരിക? ഫസ്റ്റ് ഇത് എന്ന് പറയുന്നത് 128 അല്ലേ വരിക? ഇത് 1 റിമൈനിങ് സീറോസ് ആവുമ്പോ 128 അല്ലേ വരുന്നത്? ദെൻ ഇവിടുത്തെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എത്ര വരും നമുക്ക്? 200.1.2.191 അല്ലെ? ഇത് ഫുള്ള് വൺസ് ആക്കി കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 191 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് 2 ബിറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിമിലർലി ഈ സബ്നെറ്റ് 2വിന്റെ സബ്നെറ്റ് മാസ്ക് എത്രയായിരിക്കും വരുന്നത്? 255.255.255.191. ഓക്കെ. ദെൻ ഇനി സബ്നെറ്റ് 3യുടെ കാര്യം എടുക്കുമ്പോൾ ഹോസ്റ്റ് ഐ ഡി പാർട്ടിലെ ഫസ്റ്റ് 2 ബിറ്റ്സിലെ സെക്കൻഡ് ബിറ്റ് നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. നേരത്തെ 10 ആയിരുന്നു, ഇപ്പൊ 11 ആയി മാറിയിട്ടുണ്ട്. അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. റിമൈനിങ് നമുക്ക് എത്ര ബിറ്റ്സ് വരും? 6 ബിറ്റ്സ് വരും. അതിന്റെ വാല്യൂ 0 0 0 0 0 0 ടു 1 1 1 1 1 1 വരെ വാരി ചെയ്യും അല്ലെ? സോ ഇവിടെ എന്റെ സബ്നെറ്റ് ഐ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200.1.2.192. ദെൻ ഇതിന്റെ ഫസ്റ്റ് IP എന്ന് പറയുന്നത് ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എത്രയായിരിക്കും ഇതിൻ്റെത്? ഇത് ലാസ്റ്റ് സബ്നെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്ത്? എൻറ്റയർ നെറ്റ്വർക്കിന്റെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആയിരിക്കില്ലേ ഇവിടുത്തെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി 200.1.2.255 ആയിരിക്കും. ഇവിടെയും സബ്നെറ്റ് മാസ്ക് 192 അല്ലേ വരുന്നത്? കാരണം ഈ 2 ബിറ്റ്സും ആണ് സബ്നെറ്റ് മാസ്ക് ഡിവൈഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സി ഹിയർ ഓൾസോ 192 കേട്ടോ. ഹിയർ ഓൾസോ 192 ബിക്കോസ് ഫസ്റ്റ് 2 ബിറ്റ്സ് ആർ കൺസിഡേർഡ് ഫോർ സബ്നെറ്റിംഗ്. ഓക്കെ. സബ്നെറ്റ് മാസ്ക് ഇതിന്റെ രണ്ടിന്റെയും 192 ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. 255.255.255.192. ഓക്കെ. സോ സബ്നെറ്റ്സിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.